അതുകൊണ്ടൊരു കാര്യം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ തിരിച്ചറിയണം. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ അത് അജയ്യമാണ്, അത് ഹക്കാണ്, അത് നേരാണ്, അത് നാടിന്റെ സൗഹൃദത്തെ ഊട്ടിയുറപ്പിക്കുകയാണ്, അത് നാടിന്റെ പാരമ്പര്യത്തിന്റെ തനിമയെ ഇവിടെ ശക്തിപ്പെടുത്തുകയാണ്, അതിനെ സംരക്ഷിക്കുകയാണ്. അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിവന്ദരായ നേതാക്കൾ നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ അഭിമാനമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കട്ടുവല്ലോ, എത്രയോ പ്രതിസന്ധികൾ, എത്രയോ പ്രയാസങ്ങൾ അഭിവന്ദരായ ഉസ്താദുമാർ നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഞങ്ങളെ കുറിച്ചൊക്കെ പലരും പറയുന്നുണ്ടാവാം, പക്ഷെ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചുക്കുമല്ല. പക്ഷെ അഭിവന്ദരായ ഉസ്താദുമാരെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് വേദന ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കും, ഉസ്താദുമാര് പറയുന്നൊരു മറുപടിയുണ്ട്, മക്കളെ ഞങ്ങൾ ഹക്കിന് വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞത്, ഹക്കിന്റെ കൂടെയാണല്ലോ ഉള്ളത്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ടാണല്ലോ പറയുന്നത്, സമസ്തയുടെ കൂടെയാണല്ലോ ഞങ്ങളുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഈ ഹക്കിന്റെ മാർഗത്തിൽ ഞങ്ങളുടെ അടിയുറച്ചു നിൽക്കുന്നു, മരണം വരെ ഞങ്ങൾ അടിയുറപ്പിച്ചു നിർത്തണമേ എന്ന പ്രാർത്ഥനയാണ് അഭിവന്ദരായ ഉസ്താദുമാർ നിരന്തരമായി നമ്മുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ നിഷ്കളങ്കരായ സാത്വികരായ ആലിമീങ്ങളെ നിങ്ങൾ നോക്കൂ, അവർക്ക് ഈ ആദർശത്തോടുള്ള പ്രതിബദ്ധതയെ നിങ്ങൾ നോക്കൂ. ഏത് പ്രതിസന്ധികൾ നേരിട്ടാലും ഈ ആദർശത്തിന്റെ കൂടെ, ഈ നിലപാടിന്റെ കൂടെ പാറ പോലെ ഞങ്ങൾ ഉറച്ചു നിൽക്കും, ഒരടി പോലും പിറകോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ മഹത്തുക്കളായ ആലിമീങ്ങളുടെ ആദർശ പ്രതിബദ്ധതയുണ്ടല്ലോ, ഇതാണ് ഈ സംഘശക്തിയുടെ ആവേശമെന്ന് നിങ്ങൾ തിരിച്ചറിയാം. അതുകൊണ്ട് ഏതെങ്കിലും പ്രതിസന്ധി വന്നാൽ, ഏതെങ്കിലും പ്രയാസം വന്നാൽ ഒരടി പോലും പിന്മാറാൻ SKSSF-ന്റെ പ്രവർത്തകർ സന്നദ്ധരല്ല എന്ന് ഒരിക്കൽ കൂടി ഈ മുതലക്കുളത്ത് അടിവരയിട്ട് കോർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവേ, നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് ശക്തിപ്പെടുത്തണേ റഹ്മാനെ, ഇസ്സത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന് ഇസ്സത്ത് നൽകണേ റഹ്മാനെ, നിങ്ങളുടെ നേതൃത്വത്തിന് ഇസ്സത്ത് നൽകണേ റഹ്മാനെ, നിങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു തരണേ റഹ്മാനെ. ഈ ഒരുമിച്ച് കൂടിയത് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പലരും വലിയ പ്രയാസത്തിലാണ്. അല്ലാഹു അവർക്കൊക്കെ പൂർണ്ണമായ റാഹത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അബുദാബിയിലെ